ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിതയും ബിജുക്കുട്ടനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അനിത ബിജുക്കുട്ടനോട് പറയാണ്, പീതാംബരനെ കൊന്നതിൽ ആരെയാണ് ബിജുക്കുട്ട നിനക്ക് സംശയം എന്ന് പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയണേ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് ഗിരി തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഗിരിയേട്ടനോ, എന്തിനാടാ നീ അവനെ ഗിരിയേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത്? അവൻ തന്നെയാണ്, അവനല്ലേ പീതാംബരനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നത്. പിന്നെ നാട്ടുകാർ പറയുന്നതൊക്കെ നീ കേൾക്കാറില്ലേ? ആ ഗിരി പ്രീതിയുമായിട്ട് നല്ല ചുറ്റിക്കളി നടക്കുന്നുണ്ട്. അത് പീതാംബരൻ ചോദ്യം ചെയ്തതിന് അങ്ങ് പെരുമാറി. അപ്പോൾ പീതാംബരൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഗിരിക്ക് രണ്ടു ഭാര്യമാരുമായിട്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കാലോ, അതിന് വേണ്ടിയിട്ടാവും പീതാംബരനെ കൊന്നത് എന്ന് ബിജുക്കുട്ടനോട് അനിത പറയട്ടെ. അത് കേട്ടും കൊണ്ടാണ് പ്രീതിയും മഞ്ജുവും അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രീതി അനിതയെ ഒന്ന് പുറകിൽ നിന്ന് തട്ടി വിളിക്കാണ്ടോ. എന്നിട്ട് അനിത അങ്ങ് തിരിഞ്ഞതോടുകൂടി പ്രീതി അനിതയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പ്രീതി പറയാണ്, മര്യാദക്ക് സംസാരിച്ചോ, ഇല്ലെങ്കിൽ നാക്ക് ചെത്തി ഞാൻ ഉപ്പിലിട്ടേക്കും എന്നങ്ങ് പറയുമ്പോൾ നീ ഒരു പോലീസുകാരിയെ തല്ലിയോ, നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ജീപ്പിൽ നിന്നും ലാത്തി എടുക്കാൻ കേട്ടോ പ്രീതിയെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീതി അനിതയെ അടിച്ചത് കാണുമ്പോൾ ബിജുക്കുട്ടനും മഞ്ജുവിനും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് പ്രീതിയെ അടിക്കാൻ വേണ്ടി ഒങ്ങുന്ന സമയത്ത് മഞ്ജു പറയണേ, വേണ്ട മേഡം, ഇപ്പോൾ ഇവളൊരു ഗർഭിണിയാണ്, ഒന്നാമത് ഇവളുടെ അച്ഛൻ മരിച്ചു നിൽക്കുന്ന സമയമില്ലേ, ആ ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എങ്കിലും ഇവൾ പോലീസുകാരിയെ അടിക്കുകയില്ല, ഇവളെ ഞാൻ ഇന്ന് ശരിയാക്കും എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ വേണ്ടി ഓങ്ങാണ്ട്. അപ്പം മഞ്ജു തടയുന്ന സമയത്ത് നിനക്കും അടി കിട്ടും, ഇവളെ തടയുന്നതിൽ നീ മാറി നിന്നോ എന്ന് പറഞ്ഞ് മഞ്ജുവിനെയും അടിക്കാൻ വേണ്ടി അങ്ങ് ഓങ്ങുമ്പോഴത്തേക്കും ഗിരി വന്ന് അങ്ങ് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ഗിരിയെ കണ്ടതോടുകൂടി അനിത അങ്ങ് പേടിച്ചു പോവാണ്. എന്നിട്ട് ഗിരി പറയണേ, ഗർഭിണിയായ എൻ്റെ ഭാര്യയെ അടിക്കാൻ നോക്കുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ മഞ്ജുവിനെ അല്ല അടിക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ പ്രീതിയാണ് എന്ന് പറയുമ്പോൾ ഓഹോ, അച്ഛൻ മരിച്ചിട്ട് ഒരു ദിവസം പോലും ആവാത്ത ആ കുട്ടിയെ അടിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലല്ലേ. അപ്പോൾ അനിത ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്ന സമയത്ത് ഗിരി പറയാണ്, പോലീസുകാരുടെ അന്തസ്സിൽ നടന്നാലേ ഞാനേ പോലീസുകാർക്ക് അർഹിക്കുന്ന ബഹുമാനം തരും, അതല്ല എന്നുണ്ടെങ്കിൽ കച്ചറ കാണിക്കാനാണ് പരിപാടിയെങ്കിൽ പെണ്ണാണെന്നോ പോലീസാണെന്നോ ഞാൻ കരുതില്ല. അതും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് അരവിന്ദാക്ഷൻ സാറ് വരുന്നത്. എത്രയും പെട്ടെന്ന് കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ നമുക്ക് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി ജീപ്പിൽ കയറി പോവാട്ടോ. എന്നിട്ട് മഞ്ജു ഗിരിയോട് പറയണേ, പ്രീതിയെ വീട്ടിലേക്ക് ആക്കിയേക്ക് എന്ന് പറയാണ്. അങ്ങനെ പ്രീതിയോട് എന്നാൽ ഞാൻ ആക്കി തരാം എന്ന് പറഞ്ഞ് ഗിരി കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് പ്രീതി പറയാണ്, അച്ഛൻ്റെ അവസാന നിമിഷങ്ങൾ റോഡരികിൽ ആരുമില്ലാത്ത പറമ്പിലായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പ്രീതി പറയണം. ചെറിയ തെറ്റുകളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ മാത്രം ദുഷ്ടനായിരുന്നില്ല എൻ്റെ അച്ഛൻ. അപ്പോൾ ഗിരി പറയണേ, പ്രീതി ഒന്ന് സമാധാനിക്ക്, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, സത്യം എന്തായാലും പുറത്തു വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ആ പ്രതീക്ഷയില്ല ഗിരിയേട്ട, കാരണം ഞാൻ തന്നെ ഇറങ്ങണം, സത്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ഇറങ്ങണം, എൻ്റെ അച്ഛന് നീതി കിട്ടണമെങ്കിൽ ഞാൻ തന്നെ രംഗത്തിറങ്ങണം, അച്ഛൻ്റെ കൊലയാളി ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്ന് പോവാട്ടോ. ഈ സമയം കമ്മീഷണർ ഓഫീസിലെത്തിയ അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും അനിതയും കൂടി സംസാരിക്കുകയാണ്, മഞ്ജുവും കൂടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് കമ്മീഷണർ ചോദിക്കുന്ന സമയത്ത് അനിത പറയണേ, എനിക്ക് സംശയമുണ്ട്, ഗിരിയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതിന് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അനിത നിനക്ക് അങ്ങനെ ഒരു സംശയം വരാൻ എന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ അത് ഗിരിയെ എപ്പോൾ വേണമെങ്കിലും എന്നെ അപായപ്പെടുത്തും, എന്നെ അവൻ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു പരാതി പീതാംബരൻ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു അങ്ങ് അതിശയിച്ച് പോവാട്ടോ. ഇവളെന്താ ഗിരിയേട്ടനെ കൊടുക്കാനാണല്ലോ നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പേടിയോട് കൂടിയിട്ടാണ് മഞ്ജു നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദാക്ഷൻ സാറും അനിത ഗിരിയോടുള്ള പക തീർക്കുകയാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കമ്മീഷണർ ചോദിക്കുക, അങ്ങനെ ഒരു പരാതി പീതാംബരൻ തന്നതിനല്ലാതെ നിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിത പെട്ടെന്ന് അങ്ങ് പതറുകയാണ്. ഇല്ല മേഡം, തെളിവൊന്നുമില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഗിരിയെക്കുറിച്ച് നീ പറയണ്ട, തെളിവില്ലാതെ ഒരാളെ സംശയിക്കുന്നതും അയാളെ ആരോപിക്കുന്നതും തെറ്റായ കാര്യമാണ്, അതുകൊണ്ട് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള സത്യാവസ്ഥ സത്യസന്ധമായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലാതെ മുൻവിധിയോട് കൂടിയിട്ടൊന്നും ആരും ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ മഞ്ജു പറയണേ, ഗിരിയേട്ടൻ പീതാംബരൻ മരിക്കുന്ന സമയത്ത് ആധാർകാർഡ് സൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു, രാത്രി സമയത്തോ എന്ന് ചോദിക്കുമ്പോൾ ഫൗണ്ടേഷനും മറ്റും ചില പണികളായിരുന്നു, പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഗിരിയെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ അനിത അങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജുവിനും അരവിന്ദാക്ഷൻ സാറിനും കമ്മീഷണർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസമാവാൻ കേട്ടോ. എന്നിട്ട് കമ്മീഷണർ പറയണ, നമ്മൾ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, ഗിരിയെ ഞാൻ തന്നെ ചോദ്യം ചെയ്തോളാം എന്നും പറഞ്ഞ് അവരെ 3 പേരെയും പറഞ്ഞു വിടുകയാണ് കമ്മീഷണർ. പിന്നീട് വീട്ടിലെത്തിയ ശേഷം പ്രീതി പീതാംബരനെ കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണേക്ക് ഗിരിയും ഗൗരിയമ്മയും കൂടി വരുന്നത്. അപ്പോൾ ഗിരി പറയാണ്, വെറുതെ പ്രീതിയെ ഇനി ഓരോന്ന് വിഷമിക്കുന്ന വാക്കുകളൊന്നും പറയേണ്ട അമ്മേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അവളോട് എന്ത് സംസാരിക്കണം എന്നുള്ളത്, അല്ലാതെ നീ എന്നെ പഠിപ്പിച്ചു തരുമൊന്നും വേണ്ട എന്നും പറഞ്ഞ് പ്രീതിയുടെ അടുത്തേക്ക് വരാട്ടോ. എന്നിട്ട് ഗൗരിയമ്മ പറയണം, മോളെ നീ ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മേ, എൻ്റെ അച്ഛൻ എന്നെ അവസാനമായി കണ്ട സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് ഞാനൊരു നല്ല അച്ഛനായിരുന്നില്ല മോളെ എന്നുള്ളത്, പക്ഷേ എൻ്റെ അച്ഛനൊരു പാവമാണ്, എൻ്റെ അച്ഛനെ കൊല്ലാൻ മാത്രം ആർക്കാണ് ഇത്രയ്ക്ക് ശത്രുതയുള്ളത്, എൻ്റെ അച്ഛന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ കൊല്ലാൻ മാത്രം ആരാവും
ആവും ഇങ്ങനെ ചെയ്തത് എന്ന് പറയട്ടോ. എന്നിട്ട് ഗിരിയോട് ചോദിക്കുകയാണ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഗിരിയേട്ടാ. ഗിരിയേട്ടൻ എൻ്റെ അച്ഛൻ മരിക്കുന്ന ദിവസം രാത്രിയിൽ കാതർകാട് സൈറ്റിൽ തന്നെ ജോലി ചെയ്യായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗിരി അങ്ങ് ഞെട്ടിപ്പോവാണ് പ്രീതിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ. എന്ത് പ്രീതി, നിനക്ക് അങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുമ്പോൾ, അല്ല നാട്ടുകാരൊക്കെ പലതും പറയുന്നുണ്ട് ഗിരിയേട്ടനെ കുറിച്ച്. എൻ്റെ അച്ഛൻ ഗിരിയേട്ടനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് ഗിരിയേട്ടനെ നല്ല വിശ്വാസമാണ്. ഗിരിയേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗൗരിയമ്മ ദേഷ്യത്തിൽ പറയുന്നത്, എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് ഇവിടെ താമസിച്ചതും പോരാ, ഞങ്ങളെ നീ സംശയിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണ, വേണ്ട അമ്മേ, അവളുടെ സംശയത്തിന് ന്യായമുണ്ട്, അവൾക്ക് ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയട്ടോ. എന്തായാലും പ്രീതി നീ പോയി ഉറങ്ങാൻ നോക്ക്, നമുക്ക് നാളെ സംസാരിക്കാം എന്നും പറഞ്ഞ് പ്രീതിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഗൗരിയമ്മ ഗിരിയോട് പറയാണ്, അപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ? അവളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. നീ എന്നെയും ഈ വീട്ടിലുള്ളവരെയും ഒന്നും നീ നോക്കണ്ട, പക്ഷെ നീ മഞ്ജുവിനെയും അവളുടെ കുഞ്ഞിനെയെങ്കിലും നീ ഒന്ന് ഓർക്ക്. അവളെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് അപകടമാണ്. അവളുടെ അച്ഛനെ കൊന്നത് നീയാണോ എന്നാണ് അവൾ ചോദിച്ചത്. അതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ പീതാംബരന്റെ ചടങ്ങിലേക്ക് വരും. ആ സമയത്ത് അവളെ അവളുടെ വീട്ടിൽ തന്നെ ഏൽപ്പിക്കണം. അപ്പോൾ അത് അമ്മേ എന്ന് പറയുമ്പോൾ, വേറെ നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഗൗരി അമ്മ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഗിരി അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഗിരി ആലോചിക്കുകയാണ്, എന്താവും പ്രീതി എന്നെ സംശയിക്കാൻ, പീതാംബരന്റെ മരണത്തിൽ എന്നെ സംശയിക്കാൻ എന്താവും പ്രീതിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നാൻ എന്താവും എന്നൊക്കെ ഗിരി അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഗിരി ഷർട്ടിന്റെ ബട്ടൺ ഊരി പുറത്ത് ഇങ്ങനെ തടവുകയാണ് കേട്ടോ. അപ്പോൾ ഗിരിയുടെ പുറത്ത് മുറിവായിട്ടുണ്ടാവും. അപ്പോൾ ആ മുറിവിന്റെ വേദന കൊണ്ട് ഗിരി അവിടെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. പെട്ടെന്നാണ് മഞ്ജു റൂമിലേക്ക് കതക് തുറന്നങ്ങ് വരുന്നത്. മഞ്ജുവിനെ കണ്ടതോടുകൂടി ഗിരി പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഷർട്ട് പെട്ടെന്നങ്ങ് ഇടുകയാണ് കേട്ടോ. എന്താ ഗിരിയേട്ടാ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, എന്തോ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഗിരി പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. പീതാംബരനെ കൊന്നത് ഗിരിയേട്ടനാണെന്നുള്ളത് അനിത പറഞ്ഞത് ഗിരിയേട്ടൻ നല്ല വിഷമമായിട്ടുണ്ടാവില്ലേ? എനിക്ക് ഉറപ്പാണ് എൻ്റെ ഗിരിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഗിരിയേട്ടൻ എനിക്കറിയാം. ഐശ്വര്യ മേഡത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനിത ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതൊന്നും ഗിരിയേട്ടൻ കാര്യമാക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയണേ, പീതാംബരം മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്കാണെങ്കിലും മഞ്ജു നിനക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഇല്ല ഗിരിയേട്ടാ, എൻ്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണ്. അപ്പോൾ ഗോപാലിനെതിരെയുള്ള ഒരു സാക്ഷിയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും അയാളെ കൊല്ലാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല. പിന്നെ അയാൾ മരിച്ചപ്പോൾ പ്രീതിയുടെ അവസ്ഥ കണ്ടില്ലേ? പ്രീതിയുടെ മാനസികാവസ്ഥ ഗിരിയേട്ടൻ കണ്ടതല്ലേ? പണത്തിന് വേണ്ടി സ്വന്തം മോളെ പോലും നോക്കാതെ അയാൾ മരിച്ച സമയത്ത് അയാളുടെ മകൾ പ്രീതി എത്രമാത്രം അധികം വിഷമിച്ചു. അയാൾ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും ആർക്കും അയാളെ കൊല്ലാനുള്ള ന്യായമൊന്നും ഇല്ല എന്ന് പറയട്ടോ. എന്നിട്ട് മഞ്ജു പറയണേ, എന്തായാലും കമ്മീഷണർ ഗിരിയേട്ടനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും. അപ്പോൾ ഗിരിയേട്ടൻ ഒന്ന് അവിടെ ചെല്ലണം. പിന്നെ ഞാൻ ഐശ്വര്യ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഗിരിയേട്ടൻ കാതർകാട് സൈറ്റിലായിരുന്നു അന്ന് ദിവസം രാത്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗിരിയേട്ടൻ അവിടേക്ക് പോകണം. പിന്നെ എനിക്ക് നാളെ പീതാംബരന്റെ വീട്ടിലേക്ക് വരാനൊന്നും കഴിയില്ല. അതുകൊണ്ട് പ്രീതിയെ ഗിരിയേട്ടനും അമ്മയും കൂടി കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയും. പീതാംബരന്റെ ഭാര്യയും മൂത്ത മകളും ദുബായിൽ നിന്നും നാളെ എത്തിയ ശേഷമാണ് ചടങ്ങുകളും മറ്റും നടത്തുക. അപ്പോൾ പ്രീതിയുമായിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് എത്തിയാൽ മതി എന്ന് പറയണേ. അങ്ങനെയൊക്കെ ഗിരി ഒരു പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ ഗിരിയേട്ട ഇങ്ങനെ പതറുന്നത്? വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, ഗിരിയേട്ടൻ കാതർകാട് സൈറ്റിൽ തന്നെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, എനിക്കൊരു പതർച്ചയുമില്ല, ഞാൻ എന്തായാലും ഐശ്വര്യ മേഡത്തിനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് പീതാംബരനെ കാണാൻ വേണ്ടി, പീതാംബരൻ മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് കമ്മീഷണറൊക്കെ എത്തുകയാണ്. എന്നിട്ട് പീതാംബരന്റെ മൂത്ത മകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത്, എൻ്റെ അച്ഛനെ കൊന്നത് ആ ഗിരിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നാട്ടുകാർ പറയുന്നതും എല്ലാം ശരിയാണ്. അയാൾക്ക് അത്രയ്ക്ക് ശത്രുതയായിരുന്നു എൻ്റെ അച്ഛനോട്. പക്ഷേ നിങ്ങൾ ഗിരിയെ അറസ്റ്റ് ചെയ്യില്ല, കാരണം നിങ്ങളുടെ കണ്ണുലുണ്ണിയായ മഞ്ജുവിൻ്റെ ഭർത്താവല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നത് ഗിരിയാണെങ്കിൽ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് ഞാൻ തീ കൊളുത്തി മരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് പീതാംബരന്റെ മൂത്ത മകള്. പിന്നീട് മുകുന്ദനും മഹിമയും പീതാംബരനെ കാണാൻ വേണ്ടി വരികയാണ്. ആ സമയത്തൊക്കെ പീതാംബരന്റെ മകൾക്ക് അവരെ കാണുന്ന സമയത്ത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തിൽ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. അങ്ങനെ മഹിമയും മുകുന്ദനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് ഗോപാലനും സഞ്ജയും കൂടി വരുന്നത്. ഗോപാലൻ സഞ്ജുവിനോട് പറയണേ, മഹിമ ഇവിടെ കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അച്ഛനെ കൊന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ സഞ്ജു പറയണേ, മഹിമയ്ക്കും മഞ്ജുവിനുമാണ് ഏറ്റവും കൂടുതൽ പീതാംബരൻ മരിച്ചതിൽ സന്തോഷം എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാലൻ പറയണേ, ഇനിയിപ്പോൾ പീതാംബരനെ കൊന്നത് ഇവളാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഗോപാലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുകുന്ദൻ പറയണേ, വേണ്ട, നീ ഒന്നും മിണ്ടണ്ട, അവർ പറയാനുള്ളത് പറയട്ടെ. ഗോപാലനോടും സഞ്ജുവിനോടും മുകുന്ദനും മഹിമയും കൂടി ചോദിക്കാണ്, നീ ഇപ്പോൾ ഞങ്ങളാണ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, തിരിച്ച് ഞങ്ങളും അങ്ങ് പറഞ്ഞോട്ടെ, എൻ്റെ അച്ഛനെ കൊന്നത് നീയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ പീതാംബരനെ കൊന്നതും നീയാണോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ട് എന്ന് പറയുന്ന സമയത്ത് സഞ്ജുവും ഗോപാലനും അങ്ങ് പതറുകയാണ്. പിന്നീട് ഐശ്വര്യ മേഡം മഞ്ജുവിനോടും അരവിന്ദനോടും ബിജുക്കുട്ടനോടും കൂടി നിൽക്കുന്ന സമയത്ത് പറയണേ, ഗിരിയെ അവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഗിരിയാണ് പീതാംബരനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും ഉറപ്പിച്ച മട്ടിലാണ് എന്ന് പറയട്ടോ. ഗിരിയുടെ
ഗിരിയുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഐശ്വര്യ മഞ്ജുവിനോട് പറയാണ്. ഗിരി കാതർക്കാട് സൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഗിരി അവിടെ ഉണ്ടാവിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇനി അറിയാൻ പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും ഗിരിയിലാണ് ഇനി സംശയം വരാൻ പോകുന്നത്. പിന്നെ മഹിമയോട് മഹിമയുടെ കൂട്ടുകാരി പറയാണ്, കൂട്ടുകാരി സംസാരിക്കുന്ന സമയത്ത് പറയും, പീതാംബരനെ കൊല്ലും എന്നുള്ളത് മഹിമ നീ പറഞ്ഞതല്ലേ അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ മഹിമ നീയാണോ പീതാംബരനെ വല്ലതും ചെയ്തത് എന്ന് ചോദിക്കാട്ടോ. അത് കേട്ടും കൊണ്ടാണ് മഞ്ജു വരുന്നത്. അപ്പോൾ മഞ്ജു അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ. അങ്ങനെ മഹിമയുടെ അടുത്തേക്ക് മഞ്ജു ചെന്ന് ചോദിക്കുകയാണ്, എന്താടി ഞാനിപ്പോൾ ഈ കേട്ടത്, നീ എന്ത് വലിയൊരു പൊട്ടത്തരമാണ് നീ കാണിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. പീതാംബരൻ എൻ്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കി ചേച്ചിയെക്കുറിച്ചുള്ള മോശമായ വാക്കുകൾ പറഞ്ഞ സമയത്താണ് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടത് എന്നുള്ള കാര്യമൊന്നും ആ സമയത്ത് മഞ്ജുവിനോട് മഹിമ പറയാതെ മിണ്ടാതെ നിൽക്കാണ്. ഇത് കേട്ടും കൊണ്ടാണ് അനിത വരുന്നത്. അനിത അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഗിരിയെയും മഹിമയും ഒരുപോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അനിത ഗോപാലന്റെ അടുത്തും സഞ്ജുവിന്റെ അടുത്തും ചെന്ന് പറയും മഹിമ പീതാംബരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച്. അപ്പോൾ അനിത പറയും ഗോപാലനോട്, നിങ്ങൾക്ക് ഏതായാലും അവളോട് അത്രയ്ക്കധികം ശത്രുതയുണ്ടല്ലോ, ഇക്കാരണത്താൽ അവളെ ഒന്ന് സ്റ്റേഷനിലിട്ട് കൊടയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ, ഈ ഒരു അവസരം അത് മുതലാക്കണം എന്ന് ഗോപാലൻ അനിതയോട് പറയും. പിന്നീട് ഗിരിയും ഗൗരി അമ്മയും പ്രീതിയും കൂടി പീതാംബരന്റെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ. ആ സമയത്ത് നാട്ടുകാരും പീതാംബരന്റെ മൂത്ത മകളും കൂടി അങ്ങ് ഇടയുകയാണ്. ഈ വീട്ടിലേക്ക് നീ കാലെടുത്ത് കുത്തരുത്, എൻ്റെ അച്ഛനെ കൊന്നത് ഇവനാണ്, ഇവൻ തന്നെയാണ് എൻ്റെ അച്ഛനെ കൊന്നത്, ഈ നിൽക്കുന്ന ഗിരിയാണ്. കാരണം നീയും ഇവനും തമ്മിലുള്ള അടുപ്പം അച്ഛൻ എതിർത്തത് കൊണ്ട് അതിനുള്ള പക തീർത്തതാണ്, നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയ ഇവൻ തന്നെയാണെന്ന് പറഞ്ഞ് പീതാംബരന്റെ മൂത്ത മകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും ഐശ്വര്യ മേഡവും അനിതയും മഞ്ജുവും അരവിന്ദനും ബിജുക്കുട്ടനും അങ്ങനെ എല്ലാവരും അവിടെ എത്താണ്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഒരിക്കലും ഗിരിയേട്ടൻ നമ്മുടെ അച്ഛനെ ഒന്നും ചെയ്യില്ല, ഗിരിയേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്, ഗിരിയേട്ടൻ അങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആളല്ല, ഗിരിയേട്ടൻ അത്രയ്ക്കൊരു ദുഷ്ടനൊന്നും അല്ല എന്ന് പറഞ്ഞ് പ്രീതി ഗിരിയുടെ ഭാഗത്ത് നിന്നോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പീതാംബരന്റെ വീട്ടിൽ പ്രീതിയെ നിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല പീതാംബരന്റെ മൂത്ത മകള്. അങ്ങനെ ഗിരിയുടെ വീട്ടിലേക്ക് തന്നെ വീണ്ടും പ്രീതി പോവുകയാണ്.